ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, എല്ലാവരും പ്രാർത്ഥിച്ച് പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, 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 എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ അതിശക്തമായി പ്രവർത്തിക്കുന്ന ദൈവ ചൈതന്യമേ, ദൈവ ചൈതന്യമേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹാലേലുയാ, 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 ഹാലേലുയാ. രണ്ട് കരങ്ങളൊന്ന് ശിരസിൽ വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച് കർത്താവായ ദൈവമേ, എൻ്റെ ഓർമ്മകളെ ഇന്നലകളിലെ സംഭവങ്ങളെ, ആലോചനകളെ, തീരുമാനങ്ങളെ, സംശയങ്ങളെ സമർപ്പിക്കുന്നു. ഈശോയെ, 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 ഏറ്റെടുക്കണമേ, സൗഖ്യം നൽകണമേ, സംരക്ഷണം നൽകണമേ. ഹാലേലുയാ, 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 ഹാലേലുയാ. ആബാ പിതാവേ, ആബാ പിതാവേ, അവിടുത്തെ തിരുക്കുമാരന്റെ തിരുരക്തത്താൽ എൻ്റെ ശരീരത്തെ സൗഖ്യപ്പെടുത്തണമേ. ഹാലേലുയാ, ഹാലേലുയാ. കണ്ണടച്ച് ഇരുകരങ്ങൾ ശിരസിൽ കമിഴ്ത്തി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശാരീരികമായി നമ്മൾ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളും സമർപ്പിക്കുക, എല്ലാ രോഗങ്ങളും പീഡകളും സമർപ്പിക്കുക. ഒരുപക്ഷെ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ചവരുണ്ട്, ജീവിതകാലം മുഴുവൻ നീ മരുന്ന് കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഭാരപ്പെട്ട് കഴിയുന്നവരുണ്ട്. അതെല്ലാം സമർപ്പിച്ച് ഈശോയെ, എൻ്റെ ഈ ശരീരത്തിൻ്റെ നിയന്ത്രണം നീ ഏറ്റെടുക്കണമേ. നമ്മുടെ ശരീരത്തിലുടനീളം ദൈവ ചൈതന്യം വ്യാപരിക്കട്ടെ. ശരീരത്തിൻ്റെ രക്തധമനികളിലൂടെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇതാ വ്യാപരിക്കപ്പെടട്ടെ. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലും യേശുവിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഏത് രോഗമാണോ നമ്മൾ അനുഭവിക്കുന്നത്, ആ രോഗത്തിൻ്റെ മേൽ നിയന്ത്രണമുള്ള കർത്താവ് ഈ സമയത്ത് ഇടപെടട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. എൻ്റെ ശരീരം ഇത് നിൻ്റേതാണ്. ഈശോയെ, എൻ്റെ ശരീരം ഇത് നിൻ്റേതാണ്. നീ തന്നതല്ലാതെ വേറെ ഒന്നും എനിക്കില്ല. ഈശോയെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ, ശരീരത്തെ സമർപ്പിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. എല്ലാവരും നന്നായിട്ടൊന്ന് സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് എല്ലാ രോഗികളുടെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. തടസ്സങ്ങൾ മാറ്റട്ടെ. രോഗപീഠകളുടെ മേൽ അധികാരമുള്ള കർത്താവ് ഈ സമയത്ത് സൗഖ്യത്തിൻ്റെ ശക്തി കൂട്ടായ്മയിൽ വെളിപ്പെടുത്തട്ടെ. സൗഖ്യത്തിൻ്റെ ആത്മാവ് വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടട്ടെ. ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. യേശുവേ, ആരാധന, 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 ആരാധന. ഹാലേലുയാ, 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 ഹല്ലേലുയാ, ഹല്ലേലുയാ. കർത്താവ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തെ പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹാലേലുയാ. പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നു. ഹാലേലുയാ, ഹല്ലേലുയാ, ഹല്ലേലുയാ. നമുക്ക് പരിചയമുള്ള ഒരു ഗാനത്തിന്റെ വരികൾ കേട്ടോ, നമ്മളതൊന്ന് പാടി പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവ് നമ്മളെ പുതുക്കി പണിയാൻ പോവാണ്. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുങ്ങുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ ശുശ്രൂഷയിൽ നമ്മൾ ചേരുന്നതും. ഹാലേലുയാ, ഹല്ലേലുയാ, ഹല്ലേലുയാ. പാട്ടിൻ്റെ വരികൾ അർത്ഥം മനസ്സിലാക്കിയൊക്കെ നമ്മൾ ഈ ഗാനത്തിൻ്റെ വരികളോടൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കും. ഒരു മഴയും ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ
അവനുള്ളതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. അമരത്തൻ അരികെ അവനുള്ളതിനാൽ ആരുണ്ട്? ആരുണ്ട്? ഈശോ ഉള്ളതിനാൽ നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. ഒന്ന് പാടി നോക്കിക്കേ. നിങ്ങൾ മാത്രം ഒന്ന് പാടിക്കേ. ഒന്ന് തുടങ്ങി തന്നെ ഞങ്ങളൊന്ന് പാടട്ടെ. എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമല്ലോ അല്ലേ? പാട്ട് പാടാൻ ആഗ്രഹമുള്ളവർ കൈവക്കിക്കേ. ആഗ്രഹമുള്ളവർ പാടാൻ പറ്റണമെന്നൊന്നും ഇല്ല. ആഗ്രഹം മതി. ആഗ്രഹം പോലും ഇല്ല ചേട്ടന്. ആഗ്രഹം, പാട്ട് പാടാൻ ആഗ്രഹമുള്ളവർ പാട്ട് പാടാൻ പഠിച്ചോ കേട്ടോ. എല്ലാവരും കൂടെ ചേർന്ന് പാടിക്കേ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഒന്നും കൂടെ പാടിക്കേ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ തിരമാലയിൽ ഈ ചെറുതോണിയിൽ അമരത്തിനരികെ അവനുള്ളതാ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തിക്കേ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇടത് കൈയുള്ളവർ ഇടതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. കരങ്ങളൊന്ന് വീശിക്കൊണ്ട് പറഞ്ഞ ഹല്ലേലൂയാ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയാ. സ്വർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരെങ്കിലും നമ്മളോട് ചോദിക്കുവാണ് സുഖമാണോ എന്ന് ചോദിച്ചാൽ ചേച്ചി എന്നതാ പറയണ്ടേ? കുഴപ്പമില്ലെന്നോ? ദൈവമേ, കുഴപ്പമില്ലെന്ന് പറയുന്ന മലയാളി ആയിരിക്കരുത് നമ്മൾ. മറിച്ച് ദൈവമകനും ദൈവമകൾ എന്തു പറയണം? ദൈവകൃപയാൽ ഞാൻ സുഖമായിരിക്കുന്നു ഒന്ന് പറഞ്ഞേ. ചിലർ ഇരിപ്പ് കണ്ടിട്ട് എൻ്റെ അച്ഛാ പറയണമെന്ന് ആഗ്രഹമുണ്ട്, ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പറയാൻ പറ്റുന്നില്ല അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കിക്കേ, എന്താ ഗുണമെന്നറിയാം. പറയും തോറും സൗഖ്യം കിട്ടും. ഒന്ന് പറഞ്ഞേ, ദൈവകൃപയാൽ ഞാൻ സുഖമായിരിക്കുന്നു. പറ, ദൈവകൃപയാൽ ഞാൻ സുഖമായിരിക്കുന്നു. ഇത് പറയുമ്പോഴും നമുക്ക് രോഗവും പീഡയും കഷ്ടപ്പാടൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ പറയുകയാണ്, ദൈവമേ നിന്റെ കൃപയാൽ ഞാൻ സുഖമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിക്കുകയാണ്. അതായത് ദൈവം നമ്മുടെ ജീവിതത്തെ പുതുക്കിപ്പണിയും. ദൈവം നമ്മുടെ ജീവിതത്തെ പുതുക്കിപ്പണിയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ഈ വിഷയത്തെ പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെ എസെക്കിയേൽ പ്രവചനത്തിലെ ഒരു പ്രധാനപ്പെട്ട മേഖല ധ്യാനിച്ചുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ പഠിക്കുന്നത്. എസെക്കിയേലിന്റെ പ്രവചനം 37-ാം അധ്യായം 1, 2, 3 തിരുവചനം. വചനം ഇങ്ങനെയാണ്: കർത്താവിന്റെ കരം എൻ്റെ മേൽ വന്നു, അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെയേറെ ഉണ്ടായിരുന്നു, അവ ഉണങ്ങി വരണ്ടിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങേക്കറിയാമല്ലോ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ,
വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഈ വചനം ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചോ. എല്ലാവരും ഒച്ചത്തിൽ പറയണം കേട്ടോ. കർത്താവിന്റെ കരം എന്റെ മേൽ വന്നു. അവിടുന്ന് തന്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. അവിടുന്ന് എന്നെ അവയുടെ ചുറ്റും നടത്തി. അവ വളരെയേറെ ഉണ്ടായിരുന്നു, അവ ഉണങ്ങി വരണ്ടിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, അങ്ങേക്കറിയാമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ എല്ലാവരെയും ഒരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഒരു താഴ്വര. ഈ താഴ്വാരത്തിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ മുഴുവൻ അസ്ഥികളാണ്. ഈ അസ്ഥികൾക്കുമുണ്ട് പ്രത്യേകത. ഉണങ്ങി വരണ്ട അസ്ഥികളാണ്. എങ്ങനെയുള്ള അസ്ഥികൾ? ഉണങ്ങി വരണ്ട അസ്ഥികൾ. ഈ ഉണങ്ങി വരണ്ട അസ്ഥികളുടെ വലിയ കൂടാരം അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. മനുഷ്യപുത്ര, ചോദ്യം എന്താണ്? മനുഷ്യപുത്ര, പറഞ്ഞെല്ലാവരും മനുഷ്യപുത്ര, മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക് ജീവിക്കാനാകുമോ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചോദ്യം എന്താണ്? മനുഷ്യപുത്ര, ഈ അസ്ഥികൾക്ക്, എങ്ങനെയുള്ള അസ്ഥി? ഉണങ്ങി വരണ്ട് കിടക്കുന്ന അസ്ഥിക്ക് ജീവിക്കാനാകുമോ? ജീവിക്കാനാകുമോ? ഇത് എസക്കേലിന്റെ പ്രവചനത്തിൽ പണ്ട് എഴുതി വെച്ചിരിക്കുന്ന കാര്യം ഇന്ന് ഈ ശുശ്രൂഷ ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ചോദിക്കുന്ന ചോദ്യമാണെന്ന്. ചില കാര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ ചോദിക്കും, ഇത് വല്ലതും നടക്കൂ? ഇതെങ്ങനെ ശരിയാകും? ഉണങ്ങി വരണ്ടിരിക്കുക, ജീവിക്കാൻ ഉള്ള യാതൊരു സാധ്യതയുമില്ല, യാതൊരു സാധ്യതയുമില്ല. ഇതിനി രക്ഷപ്പെടുവോ? രക്ഷപ്പെടുവോ? സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ. കല്യാണം കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞ് ഭാര്യ സങ്കടത്തോടെ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെ, അച്ഛാ, സ്നേഹിച്ചതാ, കല്യാണം കഴിച്ചതാ, പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ വല്ലാത്ത ഭാരം, വല്ലാത്തൊരു മരവിപ്പ്. എനിക്ക് എൻ്റെ ഭർത്താവിനെ കാണുന്നത് ഇഷ്ടമല്ല, അയാളോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല, അയാളുടെ സാന്നിധ്യം ഇഷ്ടമല്ല, വല്ലാത്ത വെറുപ്പ്, വല്ലാത്ത വെറുപ്പ്. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? എന്താന്നറിഞ്ഞൂടാ, വർഷം 12 കഴിഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയി. വർഷം 12 കഴിഞ്ഞപ്പോൾ അങ്ങനെ ആയിപ്പോയി. പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. അത്രമേൽ എനിക്ക് എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉണ്ടല്ലോ ഉണങ്ങി വരണ്ടിരിക്കുന്ന അസ്ഥിക്ക് തുല്യം എന്ന് പറഞ്ഞ ജീവനില്ല. സ്നേഹിക്കാൻ തോന്നണ്ടേ അച്ഛാ? സ്നേഹിക്കാൻ തോന്നണ്ടേ? അപ്പൊ ഞാൻ ചോദിച്ചു, വെറുക്കാൻ കാരണമുണ്ടോ? വെറുപ്പിന് കാരണമുണ്ടോ? ചില കാരണങ്ങളൊക്കെ ഉണ്ട്. ചോദിച്ചു വന്നപ്പോ ഈ മനുഷ്യന് മറ്റൊരു സ്ത്രീയോട് തുടങ്ങിയ ഒരു ബന്ധത്തിൽ പ്രേമിച്ച് കല്യാണം കഴിച്ച ഭാര്യയ്ക്ക് വല്ലാത്ത സങ്കടമായി, പ്രശ്നം രൂക്ഷമായി, തർക്കമായി. ഇവർക്കുണ്ടായിരുന്ന സ്നേഹം കുറച്ചു നാളുകൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോ ഇവർ ജീവിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. യന്ത്രമനുഷ്യരെ പോലെ അന്ന ഈ ഭാര്യ എന്നോട് പറഞ്ഞത്, അച്ഛാ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹവും ഇല്ല, ഒരു മുറിയിലാ കിടപ്പൊക്കെ, പക്ഷെ അച്ഛാ ഒരു തരി സ്നേഹമില്ല, ഒരു തരി സ്നേഹമില്ല. എന്നിട്ട് ഈ സ്ത്രീ കണ്ണുനീരോടെ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ച ചോദ്യം, ഇതിനി ശരിയാകുമോ അച്ചോ? ഇതിനി ശരിയാകുമോ? ഇതിനി മെച്ചപ്പെടുവോ? ഇതിനി തിരിച്ചു കിട്ടുവോ? പോട്ടാശ്രമത്തില് നമ്മുടെ ഈ ആലയത്തിലെ ഒരു മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷക നാളുകൾക്ക് മുമ്പ്, ആ സഹോദരി ഇവിടെ ഇല്ലെന്ന് വിശ്വസിച്ചോണ്ട് തന്നെ ഇത് പറയണേ, കണ്ടപ്പോ, ഞാനൊരു അവിചാരിതമായ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോ ഈ സഹോദരിയുടെ ഞാൻ സംസാരിച്ചു വന്നപ്പോ ചോദിച്ചു, എന്താ ഇപ്പൊ പോട്ടയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ? ചേച്ചി മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നതല്ലേ? ഓ അച്ഛാ,
അതൊക്കെ അങ്ങ് നിന്നുപോയ അച്ഛാ. കൊറോണ കാലത്ത് നിന്നതാ. ഇപ്പൊ അതിനോടൊന്നും ഒരു താല്പര്യമില്ല. മധ്യസ്ഥ പ്രാർത്ഥന, പോട്ടയിൽ പോകണം, പ്രാർത്ഥിക്കണമെന്നൊക്കെ ഒരു താല്പര്യമില്ല അച്ഛാ. ഞാൻ കണ്ടപ്പോ അത് വേറെ ഒരു കൂട്ടായ്മയിലാ. അതിനോട് താല്പര്യമായി. ഇതിനോടുള്ള താല്പര്യമൊക്കെ പോയി. പ്രാർത്ഥനയോട് താല്പര്യമൊക്കെ പോയി. മധ്യസ്ഥ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേച്ചി എന്നോട് പറഞ്ഞത് ഇതൊക്കെ ഇപ്പോഴും വേണോ അച്ഛാ? അത് അതിൻ്റെ ആവശ്യമില്ലെന്ന്, നഷ്ടപ്പെട്ടെന്ന്, മരവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർദ്ദിപ്പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കഴിഞ്ഞ നാളിൽ ഞങ്ങളുടെ വൈദികരുടെ ഒരു കൂട്ടായ്മ നടന്നുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു അച്ഛൻ പറഞ്ഞു, മനസ്സിൽ വല്ലാത്ത മരവിപ്പാ. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി അച്ഛാ? എന്നാ പറയാനാ, കത്തോലിക്ക സഭയിൽ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇങ്ങനെ കടന്നുപോയി. വല്ലാത്തൊരു മരവിപ്പാച്ചാ. വൈദിക ജീവിതത്തോട് തന്നെ വല്ലാത്തൊരു മരവിപ്പ്. ഉണങ്ങി വരണ്ടിരിക്കുക. ഒരു 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 ഉന്മേഷമില്ലെന്ന്, ഒരു ഉണർവില്ലെന്ന്. എന്തെല്ലാം പ്രശ്നങ്ങളാ നടക്കുന്നേ, എന്തെല്ലാം കാര്യങ്ങളാ നടക്കുന്നേ. ഒന്നിനോട് ഒരു താല്പര്യമില്ലെന്ന്, ഒരു ഉണർവില്ലെന്ന്. ഇനി ഇതൊക്കെ ശരിയാകുമോ? ഇനി എന്ന് ശരിയാകാനാ? ഇതെന്ന് ശരിയാവാനാ? എൻ്റെ പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിൽ മാത്രമല്ല, അച്ഛന്മാരുടെ ജീവിതത്തിൽ മാത്രമല്ല, ഓരോ ശുശ്രൂഷകന്റെ ജീവിതത്തിൽ മാത്രമല്ല, ഈ ഭൂമിയിലുള്ള സകല മനുഷ്യന്റെയും ജീവിതത്തിൽ അനേക തരത്തിലുള്ള ദുഃഖവും ഭാരവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ചോദ്യമുണ്ട്, ഇതിനി ശരിയാകുമോ? ഇതിനി നന്നാവുമോ? അപ്പം മകനെയും കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നതാ. എന്നിട്ട് എന്നോട് മകനെ മാറ്റി നിർത്തിയിട്ട് പറയുക, ഇവൻ ഇനി നന്നാവുമോ? അപ്പൻ മകനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിട്ട് മകനെ മാറ്റി നിർത്തിയിട്ട് എന്നോട് പറയുക, ഇവൻ നന്നാവുമോ അച്ഛാ? അച്ഛൻ്റെ അഭിപ്രായം എന്താ? ഇവൻ നന്നാവുമോ? മെച്ചപ്പെടുവോ? ഇപ്പോഴത്തെ ഇവന്റെ പോക്ക് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല നന്നാവുമെന്ന്. അപ്പന്റെ മറുപടി. ഇപ്പോഴത്തെ ഈ അവസ്ഥ കണ്ടിട്ട് ഇത് മെച്ചപ്പെടുമെന്ന് തോന്നണില്ല. ഇത് ശരിയാവുമോ? ഇത് നന്നാവുമോ? എന്ന് പറഞ്ഞാൽ നന്നാകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ലെന്ന്. സ്നേഹിക്കാനായിട്ട്, ഭർത്താവിനെ സ്നേഹിക്കാനായിട്ട് അച്ഛ എനിക്ക് തോന്നണ്ടേ? ആ മനുഷ്യന്റെ എന്തെങ്കിലും ഒരു നന്മ കാണണ്ടേ? എന്തെങ്കിലും. ആ വൈദികൻ പറഞ്ഞത്, ഈ വൈദിക ജീവിതത്തോട് തന്നെ വല്ലാത്ത മരവിപ്പ് തോന്നുന്നു. കാരണം ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ അസ്വസ്ഥതകളാണ്, മനസ്സിൽ വല്ലാത്ത ഭാരം. മനുഷ്യപുത്ര, ഈ ഉണങ്ങി വരണ്ട അസ്ഥി ജീവൻ പ്രാപിക്കുവോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അല്ലേ? ഉണങ്ങി വരണ്ടിരിക്കുന്ന അസ്ഥിക്ക് സമാനം. ഉണങ്ങി വരണ്ടിരിക്കുന്ന അസ്ഥിക്ക് സമാനം. കാരണം ചില കാര്യങ്ങൾ ഓർത്തിട്ട് തന്നെ ഭാരം. സന്തോഷിക്കാൻ പറ്റണില്ല, ഒരു കാര്യത്തിൽ ചിരിക്കാൻ പറ്റുന്നില്ല. വല്ലാത്ത ഭാരം, മരവിപ്പ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് ഈ തിരുവചനം പരിശുദ്ധാത്മാവ് സമ്മാനിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഒന്നോ രണ്ടോ പേർക്കല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കരുത്, ഓരോരുത്തരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓരോരുത്തരുടെയും ജീവിതത്തിൽ പറയുന്ന ഞാൻ, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും, മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ്, ഗായക സംഘം, ചെറുതും വലുതുമായ ശുശ്രൂഷകര്, ഇന്ന് ആദ്യമായിട്ട് ഈ ആലയത്തിൽ വന്നിരിക്കുന്നവര്, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, ആരുമായിക്കൊള്ളട്ടെ, നീ വിശ്വസിച്ചോ, കർത്താവിന്റെ ആത്മാവ് ഈ ശുശ്രൂഷ സമയം തന്നെ നിന്നിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ആരാധിച്ചേർന്ന് എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ.
രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യേശുവേ. സ്വരമുയർത്തി പോരാ പോരാ പോരാ, നല്ല സ്വരമുയർത്തി വിളിക്കട്ടെ. യേശുവിന്റെ ശക്തി വെളിപ്പെടട്ടെ, പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ, ശക്തി വെളിപ്പെടട്ടെ. ഓ പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. വല്ലാതെ മരവിപ്പിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരെ കർത്താവ് കാണിച്ചു തരുന്നു. വല്ലാതെ മരവിപ്പ്. നീ ഭാരപ്പെടണ്ട എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദര, നീ ഭാരപ്പെടണ്ട. ഇനി ഒരു വാതില് പോലും എനിക്ക് വേണ്ടി തുറക്കാനില്ലല്ലോ എന്നുള്ള സങ്കടം. എന്നാൽ നീ വിശ്വസിക്കണം, ഒരു വാതിലടഞ്ഞാൽ 7 വാതിലുകൾ നിനക്ക് വേണ്ടി ദൈവം തുറക്കും. നിനക്ക് വേണ്ടി ദൈവം തുറക്കും. നീ വിശ്വസിക്ക്. ഒരു സ്ഥലത്തോട് ബന്ധപ്പെട്ട്, സ്ഥല കച്ചവടത്തോട് ബന്ധപ്പെട്ട് വല്ലാത്ത ഭാരം. പല സമയങ്ങളായിട്ട് ഈ കച്ചവടമൊക്കെ നടന്നുവെന്ന് വിചാരിച്ചു, പക്ഷെ അതൊന്നും അങ്ങോട്ട് ആയില്ല. സാമ്പത്തികമായി വലിയ ഭാരമുണ്ട്. ദേ കർത്താവ് ഒരു ഉറപ്പ് നൽകുന്ന എന്താണെന്നറിയോ? അത് പുതുക്കിപ്പണിയും എന്ന് പറഞ്ഞാൽ അത് ക്രമീകരിക്കും. ആ വിഷയത്തെ കർത്താവ് ക്രമീകരിക്കും. നീ അത് ഏറ്റെടുക്ക്. അടിവയറ് വേദനയുള്ള ഒരു സഹോദരിയെ പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ണുനീരോടെ. മകനെ ഓർത്ത് ഈ വേദന അങ്ങ് കാഴ്ചവെച്ചോ. കർത്താവ് ഈ വേദന ഒരു അനുഗ്രഹമാക്കി മാറ്റുകയാണ്. മകനെ കർത്താവ് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ഒരു പരീക്ഷ പലതവണ എഴുതിയിട്ടും പരാജയം മാത്രം. ഇനി എന്തു ചെയ്യണമെന്നറിയാതെയാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ സഹോദരി, ഈ നാളുകൾ തന്നെ നിന്റെ മനസ്സിൽ ഇന്നോളം ചിന്തിക്കാത്ത മറ്റൊരു വഴി ദൈവം തുറക്കും. നീ വിശ്വസിക്ക്. നീ ഇന്നോളം വിചാരിക്കാത്തൊരു വഴി ദൈവം തുറക്കും. നിന്റെ ബുദ്ധിയിൽ ഇന്നോളം നീ കണ്ടിട്ടില്ലാത്തൊരു വഴി ദൈവം തുറക്കും. ഉണങ്ങി വരണ്ട അസ്ഥികൾക്ക് ജീവൻ തന്ന കർത്താവ് നിന്നിൽ ഇടപെടും. 2 കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ചോ. നീ വിശ്വസിക്കണം. ദേ നിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുകയാണ്. നീ വിശ്വസിക്കണം. ഞാൻ ഇന്ന് ഈ പോട്ടാശ്രമത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ നിന്ന് ഞാൻ തിരിച്ചു പോകുമ്പോൾ ഞാൻ വെറും കൈയോടെയല്ല പോകുന്നത്. ഉണങ്ങി വരണ്ട അസ്ഥികൾക്ക് ജീവൻ നൽകി ഒരു സൈന്യം പോലെ നിലനിർത്തിയ ദൈവം എന്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ശക്തിയും ബലവും ഉണർവും നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. വിശ്വസിച്ചോ, വിശ്വസിച്ചോ. സൗഖ്യവും കൃപയും എനിക്ക് നൽകണേ. എൻ്റെ കുടുംബത്തിന് ഒരു അനുഗ്രഹമാവട്ടെ. പരിശുദ്ധ അമ്മയ്ക്ക് നമുക്കൊന്ന് ചേർത്ത് വെക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പുതുക്കി പണിയുന്ന ദൈവം, പുനഃപ്രതിഷ്ഠിക്കുന്ന ദൈവം, നവീകരിക്കുന്ന ദൈവം. നമ്മൾ എന്താണോ എന്നുള്ളതിനെ വിഷമിക്കേണ്ട. കർത്താവ് ആ മേഖലയിൽ ഇടപെടും. വിശ്വസിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന 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 രക്ഷകാരാധന ആരാധന ആരാധന രക്ഷക ആരാധന Ruhaye
എന്നിൽ